ഹരി ഓം. ഹരി ഓം. ഹരി ഓം. ഇപ്പൊ നമ്മള് ഡയലക്റ്റിക്കൽ മെത്തഡോളജി ആണല്ലോ ഇപ്പൊ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറച്ചുകൂടെ ലൗഡ് എന്റെ സൗണ്ട് നമ്മളിപ്പോ ഡയലക്റ്റിക്കൽ മെത്തഡോളജി ആണല്ലോ നമ്മള് മനസ്സിലായി. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് റീക്യാപിറ്റുലേറ്റ് ചെയ്ത് തുടങ്ങിയാൽ കൊള്ളായിരുന്നു. ഓക്കെ. അപ്പൊ ഫ്രോം ദ ബിഗിനിങ് ഓഫ് മെത്തഡോളജി, ഈ മെത്തഡോളജി നമ്മൾ ഹാഫ് ഡിസ്കസ് ചെയ്തായിരുന്നല്ലോ. അപ്പൊ in short that there is that classical science in which experiment, observation, inference, and then based on that theories arising by the inductive, അതായത് ഇൻഫറൻസിൽ നിന്ന് തിയറി ഉണ്ടാകുന്നത്, അത് ക്ലാസിക്കൽ സയൻസ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ മോഡേൺ സയൻസ്, ദാറ്റ് ഈസ് ആഫ്റ്റർ ദ 16th century ഒക്കെ വരുന്ന മോഡേൺ സയൻസ്. അതിനകത്ത് പിന്നെ ക്ലാസിക്കൽ സയൻസ് സിദ്ധാന്തങ്ങൾ അന്ന് വരെ ആക്സെപ്റ്റ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ന്യൂട്ടൺസ് യൂണിവേഴ്സൽ ലോ അപ്പോഴും നിലനിൽക്കുന്നുണ്ട്, ഗ്രാവിറ്റേഷൻ അപ്പോഴും നിലനിൽക്കുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് കുറച്ച് മെത്തഡോളജീസിൽ മാറ്റം വന്നിട്ട് മോഡേൺ സയൻസ് ഈ ഇലക്ട്രോമാഗ്നറ്റിക്സും ക്വാണ്ടം മെക്കാനിക്സും റിലേറ്റിവിറ്റി പിന്നെ തിയറിയൊക്കെ വന്നപ്പം മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് ആയിരുന്നു അതിന്റെ ബേസിസ് ഒക്കെ. അപ്പൊ അങ്ങനെ വന്നപ്പം എക്സെപ്റ്റ് ഫോർ റിലേറ്റിവിറ്റി ഓഫ് കോഴ്സ് ബാക്കിയെല്ലാം ക്വാണ്ടം മെക്കാനിക്സും ഇലക്ട്രോ മെക്കാനിക്സും അതൊക്കെ മാത്തമാറ്റിക് ബേസ് ഉള്ളതായിരുന്നു. അപ്പം അങ്ങനെ വന്നപ്പോഴാണ് കുറച്ച് സർട്ടിറ്റ്യൂഡ്, അതായത് അതിനകത്തെ റിസൾട്ടിന്റെ തിയറീസിന്റെ കുറച്ച് ഉറപ്പില്ലായ്മ പോലെ. അപ്പോ അങ്ങനെ വന്നപ്പോഴാണ് അവർക്ക് എന്തോ ഒരു മാറ്റം, ദ വേ ദാറ്റ് ഇൻഫർമേഷൻ ഇസ് ഗ്യാതേർഡ്, അതായത് അവർ പറയുന്ന എപ്പിസ്റ്റമോളജിക് റിവിഷൻ വരുത്തണം, അതുപോലെ മെത്തഡോളജിക്കൽ റിവിഷനും വരുത്തണം. ഈ ജ്ഞാനം ശേഖരിക്കുന്നതിന്റെ ആ മാറ്റം ജ്ഞാനശാസ്ത്രത്തിലും പിന്നെ പരിഷ്കരണം വരുത്തുന്നത് മാത്രമല്ല, ആ രീതി ഏത് രീതി അഡോപ്റ്റ് ചെയ്യുന്നു ഇൻഫർമേഷൻ കിട്ടാന്, നോളജ് കിട്ടാന്, അവിടെയും മാറ്റം വരുത്തണം എന്ന് പറഞ്ഞത്. അപ്പൊ അത്രയും പറഞ്ഞിട്ട് പിന്നെ നമ്മൾ അതുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് കുറവായതുകൊണ്ട് വേറെ ഒരു ഓപ്ഷൻ എടുക്കണം. അതിനാണ് പറഞ്ഞത്, മോഡേൺ തിങ്കേഴ്സ് പറഞ്ഞ് നമ്മൾ ഡയലക്റ്റിക്കൽ മെത്തഡോളജിക്ക് പോകണം. ആ ഡയലക്റ്റിക്കൽ മെത്തഡോളജിയിലോട്ട് വന്ന് അപ്പോൾ അതിനെ കുറിച്ചായിരുന്നു നമ്മൾ തുടങ്ങിയത്. എന്താണ് ഡയലക്റ്റിക്കൽ പിന്നെ മെത്തഡോളജി എന്നുള്ളത്, ആ ഒരു പോയിന്റിലോട്ടാണ് നമ്മൾ വന്നത്. അപ്പോ അതും ഒരു പോയിന്റ് വരെ പറഞ്ഞായിരുന്നില്ലേ മാർക്സ്, അതായത് ആക്ച്വലി ഒരു സർട്ടിറ്റ്യൂഡ് ഇപ്പൊ ആദ്യം ശരിക്കും ഇതിന്റെ അകത്ത് നമ്മൾ ഈ ചാപ്റ്റർ നോക്കി തന്നെ ആദ്യം നമ്മളിപ്പോ തുടങ്ങിയപ്പോ ഫ്രാൻസിസ് ബേക്കൺ തൊട്ട് തുടങ്ങുന്നു. അപ്പം ഇപ്പൊ അന്ന് തന്നെ നമുക്ക് ഇൻഡക്റ്റീവ് ഹൈപ്പോത്തസിസ് വേണമെങ്കിൽ നമുക്ക് പറയാം. ദാറ്റ് ഈസ് നമ്മൾ ഇങ്ങോട്ട് ഡിസ്കഷനിൽ കൂടുതലും കാണുന്ന ഒരു വേർഡാണ് അത് പറയുന്നത്. അതായത് ഒരു മോർ ഓഫ് എ പോസ്റ്റീരിയോറി പ്രിൻസിപ്പിൾസ് നമ്മൾ മുമ്പ് ഉപയോഗിച്ച ടേംസ് നോക്കുവാണെങ്കിൽ, പിന്നെ അതിൻ്റെ അകത്ത് ഈ പറഞ്ഞ കണക്ക് തന്നെ മോഡേൺ സയൻസിന് വ്യത്യാസം വരുന്നു. അപ്പം കണ്ടിന്യൂസ് ആയിട്ട് ഈ പ്രിൻസിപ്പിൾസിന് ഒരു ചേഞ്ച് വരികയാണ്, അതൊരു കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നില്ല. അപ്പൊ അതിന്റെ കണക്ക് തന്നെ അപ്പൊ ആ ഇതിൽ തന്നെയാണ് പിന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ മോഡേൺ സയൻസിലേക്ക് വരുമ്പോഴത്തേക്കില് കംപ്ലീറ്റ് ഒരു പ്രോബബിലിറ്റി അല്ലെങ്കിൽ ഒരു ഹൈപ്പോത്തറ്റിക്കൽ നേച്ചറിലേക്ക് നമ്മൾ കൂടുതലായിട്ട് പോവുകയാണ്. അതിന്റെ ഹെൽപ്പ് പ്രാപിക്കുന്നു അങ്ങനെ. അതെ. അപ്പോ അതായത് ഓർത്തഡോക്സ് ആയിട്ടുള്ള രീതിയിലല്ലാത്ത സയന്റിസ്റ്റും അവര് ഹെറ്ററോഡോക്സ് ആണെന്ന് പറയുന്ന, അതായത് പുതിയ രീതിയിൽ ചിന്തിക്കുന്നുണ്ടെങ്കിലും അതിന് ഒരു അവരുടെ ആ രീതിക്ക് ഒരു അവരുടെ ആ മെത്തഡോളജി, അതായത് സയന്റിഫിക് മെത്തഡ് ഉപയോഗിക്കുന്നതിൽ കാൽക്കുലേഷൻ ബേസ്ഡ് ആയതുകൊണ്ട്, ഒബ്സർവേഷൻ ഉണ്ടെങ്കിലും കാൽക്കുലേഷൻ ബേസ്ഡ് ആയതുകൊണ്ട് അതിനൊരു ഉറപ്പില്ലാത്തത് കൊണ്ടാണ് അവര് പിന്നെ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തണം. ബേസിക്കലി നമുക്ക് എടുത്ത് പറഞ്ഞു കഴിഞ്ഞാല് അന്ന് തൊട്ട് ഇന്ന് വരെ നമുക്ക് ഒരു പെർട്ടിക്കുലർ സിസ്റ്റം കറക്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. മെറ്റാഫിസിക്സ് ആയാലും ഇപ്പം ഇത് പറയുന്ന ഇൻഡക്റ്റീവ് ഹൈപ്പോത്തസിസ് ആയാലും അത് കഴിഞ്ഞിട്ടാണ് ഈ ശരിക്കും ഇദ്ദേഹം പറയുന്നത്. ഇപ്പം ഈ ഡയലക്റ്റിക്കൽ എന്ന് പറയുന്ന വാക്ക് തന്നെ കൂടുതലായിട്ട് നമ്മൾ നോക്കിയ ഈ മാർക്സ് ആൻഡ് ഏഞ്ചൽസ് ആണ് അങ്ങനെ ഒരു
ഒരു ഒരു കൊണ്ടുവന്നത് ശരിക്കും ആ ഒരു അപ്പൊ അവര് വന്ന സമയത്ത് തന്നെ അവർ എത്രമാത്രം അവർക്കൊരു അക്സെപ്റ്റൻസ് ഉണ്ടായിരുന്നു, പിന്നെ അവർക്ക് അക്സെപ്റ്റൻസ് വന്നു, ഇന്ന് അവർക്ക് എത്രമാത്രം അക്സെപ്റ്റൻസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ശരിക്കും നമുക്ക് ഈ ഒരു പുനർചിന്തനത്തിന് ശരിക്കും ഒരു ബേസ് ആണ് അല്ലേ? അപ്പം ഇതൊക്കെ പറയുമ്പോ തന്നെ നമുക്ക് ഇത് വെച്ച് വേണമെങ്കിൽ നോക്കാം. ഈ ഹെഗലിയൻ അപ്രോച്ച് നമുക്ക് എനിക്ക് തോന്നുന്നു ക്ലോസർ സ്ക്രൂട്ടിനി ഓഫ് എപ്പിസ്റ്റമോളജിക്കൽ ഇംപ്ലിക്കേഷൻ ഓഫ് ദീസ് ടു മെത്തേഡ്സ് കിട്ടിയോ അമ്മയ്ക്ക് ആ പാരഗ്രാഫ്? അപ്പൊ അതിൻ്റെ അകത്ത് നമ്മൾ പറയുന്നത് ഈ ഹെഗലിയൻ അപ്രോച്ചും തീസിസും ആന്റി തീസിസും നമ്മൾ അത് വന്നൊരു സിന്തറ്റിക്കൽ ഒരു സിന്തസിസിൽ നമ്മൾ വന്ന് എത്തുവാണെന്ന്. അപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ 2 പോൾസിൽ നിന്ന് വന്നിട്ട് ഇപ്പൊ ഹെഗലിയൻ അപ്രോച്ച് എന്ന് പറയുന്നത് ഈ തീസിസും ആൻഡ് ഒരു കോൺഫ്ലിക്റ്റ് ഇല്ലാതെ ഒരു ഡയലോഗ് ബേസ്ഡ് ഉള്ള ഒരു ഇതാണ് ഹെഗലിയൻ പ്രിൻസിപ്പിൾസ് കൂടുതൽ വരുന്നത്. അപ്പം അതിൻ്റെ അകത്ത് ഒരു കൂടുതലുമായിട്ട് നമുക്കൊരു റിയലിസ്റ്റിക് മോഡ് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ അതിനെ കമ്പയർഡ് ടു മാർക്സിയൻ പ്രിൻസിപ്പിൾസ്? മാർക്സിയൻ പ്രിൻസിപ്പിൾസ്. അതെ, മാർക്സ് ഏഞ്ചൽസിന്റെയും അവരും പറഞ്ഞത് കാര്യങ്ങള് പൊതുവേ ഉള്ളത് പോലെയല്ലല്ലോ, പൊതുവേ ഉള്ള രീതിയിലല്ല പറഞ്ഞത്, ഹെറ്ററോഡോക്സ് ആയിരുന്നു. അപ്പൊ അതുപോലെ ഇതും ഈ സയന്റിസ്റ്റും പറയുന്നത് ആ ഒരു രീതിയിൽ അത് മോർ റിയലിസ്റ്റിക്കിലോട്ട് തന്നെ രണ്ടും കാണത്തില്ലേ, മോർ റിയലിസ്റ്റിക് മാത്രമാണ്. ലാർജ് ട്രയൽ ആൻഡ് എറർ സാമ്പിളിംഗ് where probabilities are revealed as yielding vague degrees of certitude are not altogether unlike the certitude found in the Hegelian dialectical approach. അപ്പം ഡയലക്ടിക്കൽ അപ്രോച്ച് എടുക്കുമ്പം അതിനകത്തെ റിസൾട്ടും ഹെഗലിയൻ ഇതിന് ചിന്തകളിലും ആ സർട്ടിറ്റ്യൂഡ് ഉണ്ട്, ഒരുപോലെയാണ് നിൽക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പം ഇത് ഡയലക്ടൽ ഒത്തുചേരൽ കൊണ്ടുവരണം, 2 ഒപ്പോസിങ് സാധനത്തിനെ ഒത്തുചേർത്ത് കൊണ്ടുവരണം, കോൺഫ്ലിക്റ്റ് ഇല്ലാതാക്കണം. അപ്പോ അങ്ങനെ വരുമ്പോൾ ഇത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ അതിന് ഒരു പോംവഴി ഉള്ളത് അവർ പറയുന്നത് എന്താണ്, ആബ്സല്യൂട്ട് വേൾഡ് ഗ്രൗണ്ട് ഓർ റിയാലിറ്റി, റിയാലിറ്റി ആസ് ഇറ്റ്സ് ബേസിസ് വേണം എന്നാ പറയുന്നത്. അപ്പൊ റിയാലിറ്റി വേണം, വേൾഡ് ഗ്രൗണ്ട് ഓർ റിയാലിറ്റി വേണ്ടി വരും. അപ്പൊ അതാ പറഞ്ഞത്, ഇപ്പം ശരത്ജി പറഞ്ഞത് റിയാലിറ്റി വേണം എന്ന് പറയുന്നത് എന്താണ്? അദ്ദേഹം പറയുന്നത് ഇപ്പം ഈ 2 സിന്തസിസും 2 ഡയലോഗ്സ് വരികയാണ്. ഒരു തീസിസ് ഉണ്ട്, അതിന് ഹെറ്ററോഡോക്സ് ആയിട്ട് ഇപ്പുറത്ത് വേറൊരുണ്ട്. അപ്പം ഈ രണ്ടും തമ്മിൽ when they cancel out ചെയ്യല്ല, they are trying to merge together and put forth a new dialogue based understanding. കാരണം അതിൻ്റെ അകത്ത് ഈ രണ്ടിടത്തും നിന്ന് തീസിസും ആന്റി തീസിസും കൊണ്ട് we are not able to find a solution to the world's problem that has been through ages. So the Hegelian concept of synthesis has a relevance even today in the context that the synthesis that is presupposed in the modern day world is a concept which on a absolute world ground or reality. Appo ee absolute world ground ennu parayunnathu it is not a metaphysical plane or the thesis and antithesis along so called reality ennu parayunnathu context ile so called hypothetical allengil certitude based allengil total uncertitude based alla, but a realistic ground wherein we are trying to merge these things together and evolve a new concept of reality which is what is needed at this point of time, because we are not able to reach a plane wherein a problem all can be accommodated. Accommodated not because we are in such a sphere that we are not sure or the problems have not been solved as such. Appo we are trying to put together a world order
absolute world order wherein a unity is evolved on a realistic plane so that it brings forth a solution to the real problems that has been faced by the humanity as of now. It is something what is proposed by the author is something a new to human species, but it is form parts of the universal hood. But it can be a realistic solution to problems that is faced by humanity. Whether you look at whatever angle you put it, so whether you have the old inductive hypothesis or the so-called new world order, even probability on all these things comes into a dialectical approach, whatever it is, we are trying to find a new solution to this. And it further goes on. Amma, you have something to say? That is in this dialectical methodology, we have this inductive to hypothetical approach as well as the statistical method approach. അപ്പോൾ ഇത് രണ്ടും ഉള്ളപ്പം ഇത് രണ്ടും ആക്സെപ്റ്റ് ഒരേ കോമൺ ഗ്രൗണ്ടിൽ വരണമെങ്കിൽ ദിസ് ഇസ് ഡീലിംഗ് വിത്ത് ഫിസിക്സ് ആൻഡ് മെറ്റാഫിസിക്സ്. അപ്പോൾ വേറെ ഫീൽഡിലും ശരത്ജി പറഞ്ഞ പോലെ ഹ്യൂമാനിറ്റിയുടെ വേറെ പിന്നെ വ്യവഹാരങ്ങളിലും ഇത് ഉണ്ട്. റിലിജൻ, തിയോളജി, all those aspects in all those fields also it is there. But when you come to this physics and what you call that metaphysics, ഈ dialectical methodology let us not confine ourselves to the physical plane or what concept of physics alone. What the author says or the dialogue he's trying to put forward, because he has cited number of maybe the Hegelian and the Marxian principles are more on a political ground ആണ്. അപ്പം അത് പൊളിറ്റിക്കൽ ഗ്രൗണ്ട് ആണ്. അത് എന്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു എന്ന് പറയുന്നത്, അദ്ദേഹം ഉദ്ദേശിക്കുന്ന ഒരു പോയിന്റ് പറയാം, പറഞ്ഞ ആ പോയിന്റ് പറയാം. ഒരു പോയിന്റ് കൂടെ പറഞ്ഞിട്ട് നമുക്ക് അങ്ങ് മാറാം. യു ടെൽ ദാറ്റ് പോയിന്റ്, ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. അത് ഈ ഡയലക്ടിക്കൽ മെത്തോഡോളജി ഈ ഫിസിക്സും പിന്നെ മെറ്റാഫിസിക്സിനെ സംബന്ധിച്ച് പറയുമ്പോൾ അവിടെ മറ്റേതിൽ പോലെ തന്നെ ഒരു ആബ്സല്യൂട്ട് ബേസിസ് വേണം, എന്നാലേ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതായത് എല്ലാ പ്ലാറ്റ്ഫോമിലും ആ പിന്നെ കോൺഫ്ലിക്റ്റ് ഇല്ലാതെ വരണമെങ്കിൽ ഒരു ആബ്സല്യൂട്ട് അപ്രോച്ച് വന്നാലേ ഉള്ളൂ ഈ മോഡേൺ സയൻസിസ്റ്റിനും അത് ഹെൽപ്പ് ചെയ്യുന്നത്. ആ ഒരു പോയിന്റ് പറഞ്ഞിട്ട് പിന്നെ നമുക്ക് പറയാം എങ്ങനെയാണ് ഈ മാർക്സ് ആൻഡ് എംഗൽസിന്റെ അവരുടെ കേസിലായാലും മറ്റേ എല്ലാ കേസിലും അത് ശരിയായി വരാത്തത്, അതിന്റെ കാര്യം ഒന്ന് പറഞ്ഞത് ചിലത് ഇനിയും അത് പറ വൈ ദാറ്റ് സർട്ടിറ്റ്യൂഡ് ഇസ് വാട്ട് ഐ അണ്ടർസ്റ്റുഡ് ഫ്രം ദ ഡിസ്കഷൻ, നമ്മൾ കൺഫൈൻ ചെയ്യുന്നത് ഇപ്പം ഒരു സയന്റിഫിക് പ്ലെയിനിൽ കാരണം ഇപ്പം നമ്മൾ ഇപ്പൊ ആലോചിച്ച് നോക്കിയപ്പം ഇത് കഴിഞ്ഞാലും നമുക്ക് എഡിങ്ടന്റെ കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്, അല്ലെ ഹെറാക്ലൈറ്റസിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ ഹെറാക്ലൈറ്റസിന്റെ മെത്തഡോളജി നമ്മൾ വായിച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ പറയുന്ന ഡയലക്റ്റിക്കൽ മെത്തോഡോളജി ഇറ്റ്സെൽഫ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതില് ഈ ആ ഹെറാക്ലൈറ്റസ് അന്ന് ഗ്രീക്ക് ഫിലോസഫറിന്റെ ആ കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. കാരണം യൂണിഫൈഡ് ഒരു കോൺസെപ്റ്റിലേക്ക് നമ്മൾ വരണം. യൂണിഫൈഡ് എന്ന് വരുമ്പോ തന്നെ ദിസ് ഇസ് ഓൾവേസ് ഗോയിങ് ത്രൂ എ കണ്ടിന്യൂസ് ചേഞ്ച്. എന്തുകൊണ്ടാണ് ഒരു സർട്ടിറ്റ്യൂഡിൽ മാത്രം അത് നിൽക്കാത്തത്? കാരണം അതിന് ഇപ്പൊ നമ്മള് ഒരു റിയലിസ്റ്റിക് പിക്ചർ എടുത്ത് നമ്മൾ നോക്കിയാൽ തന്നെ ഇപ്പൊ മാർക്സിൻ അല്ലെങ്കിൽ ഏഞ്ചൽ ഫിലോസഫി വന്ന ഒരു ടൈമിൽ റെവല്യൂഷണറി ഒരു ഫിലോസഫി ആയിരുന്നു. പക്ഷേ ആ പറയുന്ന ആ പൊളിറ്റിക്കൽ ഒരു ഐഡിയോളജി ഇപ്പൊ നമ്മൾ വരുമ്പോഴത്തേക്ക് നമ്മൾ റിയലിസ്റ്റിക് പ്ലെയിനിൽ നോക്കി തന്നെ ഇത് എത്രമാത്രം നമുക്ക് ആ ഒരു സർട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ ഒരു റിയലിസ്റ്റിക് ആയിട്ട് അതിനെ ഹ്യൂമൻ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസിന് ഒരു സൊല്യൂഷൻ കൊണ്ടുവരാൻ പറ്റി എന്ന് നമ്മൾ ചോദിക്കേണ്ടത്. സ്വയം നമ്മൾ വിലയിരുത്തി കഴിഞ്ഞാൽ ആ ഒരു കോൺസെപ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു മെറ്റീരിയലിസ്റ്റിക് ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസമാണ് അതിൻ്റെ അകത്ത് പറയുന്നത്. അപ്പം അതിൻ്റെ അകത്ത് ഒരു ആധാരം എന്ന് വെച്ചാൽ അപ്പൊ അതിൻ്റെ അകത്ത് യു ആർ പുട്ടിങ് ഹൈപ്പോത്തറ്റിക്കൽ ദിസ് തിങ്. കാരണം ഒരു ഡയലക്റ്റിക്കൽ ലോജിക്കൽ ദിസ് ഇസ് പുട്ട് ടു a materialistic context. അപ്പൊ മെറ്റീരിയലിസ്റ്റ് കോണ്ടെക്സ്റ്റ് എന്താണ്? വാട്ട് ഡസ് ഇറ്റ് കോൾസ് ഫോർ എ സോഷ്യലിസ്റ്റ് സെറ്റപ്പ്. അപ്പൊ ഈ സോഷ്യൽ സെറ്റപ്പ് എന്ത് ബേസിലാണ് പറയുന്നത്? കോൺസെൻട്രേഷൻ ഓഫ് വെൽത്ത് പാടില്ല.
ഈക്വൽ ആയിട്ട് സൊസൈറ്റിയിൽ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അപ്പം അതിന്റെ ബേസ് എന്താണ്? ആ ലോജിക്കിന്റെ ബേസ് എന്താണ്? വെൽത്ത് ആണ്. അപ്പം ആ പൊളിറ്റിക്കൽ സ്ട്രക്ചർ ഫോം ചെയ്തെന്ന് പറയുന്ന ഒറ്റൊരു കോൺസെപ്റ്റ് ആണ് വെൽത്ത് എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് വാട്ട് ഇസ് ഡിവൈഡിങ് പീപ്പിൾ. അപ്പം അത് ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ മനുഷ്യന്റെ പ്രശ്നങ്ങൾക്ക് പ്രോബ്ലം സൊല്യൂഷനായി. അത് വി വിൽ ലീവ് ഇറ്റ് ഓപ്പൺ ടു ദ പബ്ലിക് ടു ഇവാലുവേറ്റ് ഫോർ ഇറ്റ്സെൽഫ്. ഈ പറയുന്ന സെന്യൂറിൽ ഇത് എത്രമാത്രം റിയലിസ്റ്റിക് ആയി, വെദർ ദാറ്റ് ഹാസ് ബീൻ ഏബിൾ ടു എലിവിയേറ്റ് ദ പ്രോബ്ലംസ് ഓഫ് ദ പീപ്പിൾ, വെദർ concentration of wealth has been taken away, leave aside all those, whether our philosophy itself has been able to be implemented in toto. ഫിലോസഫി ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയില്ല. അത് മാത്രമല്ല, കാരണം അതിന്റെ ബേസ് എന്താണ്? ആ വേർഡ് തന്നെ യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു മെറ്റീരിയലിസ്റ്റിക് കോൺസെപ്റ്റിൽ മാത്രമാണ്. അപ്പം നമ്മൾ ഒരു മെറ്റീരിയലിസം എന്ന് പറഞ്ഞ ഒറ്റ കാര്യത്തിൽ മാത്രം വെച്ച് പോയി ഒരു സൊല്യൂഷൻ കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിൽ തന്നെ ഉണ്ട്, ഇറ്റ് ഇസ് എ ഫെയിലിയർ. ഇനി പോട്ടെ, ഇനി മെറ്റീരിയൽ അല്ല, ഇപ്പം നമ്മളൊരു സോകോൾഡ് എന്താണ് മെറ്റാഫിസിക്കൽ പ്ലെയിൻ പോവാണ്. മെറ്റീരിയൽ വെൽത്തിന് അവിടെ ഒന്നും പ്രാധാന്യമില്ല. കാരണം ഒന്നും റിയലിസ്റ്റിക് അല്ല, കാണുന്നതൊക്കെ മായയാണ്. അപ്പം അങ്ങനെ പറഞ്ഞ് നമ്മൾ പോവുകയാണെങ്കിൽ വി ആർ ഗോയിങ് ടു ഒരു ഒരു റിലീജിയസ് പ്ലെയിനിലേക്ക് നമ്മൾ പോവാണ്. അപ്പം റിലീജിയസ് പ്ലെയിനിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഇന്ന് റിലീജിയൻ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ റിലീജിയൻസ് കൊണ്ടുവന്നത് മനുഷ്യന് ഒരു യൂണിറ്റിയും പീസും ഒരു കോർഡിനേഷനും അല്ലെങ്കിൽ ഒരു 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 കൊഹസീവ് യൂണിറ്റിന് വേണ്ടിയിട്ട് ആണ്. അല്ലെങ്കിൽ ഒരു സൂപ്പർ ഇതിൽ നമ്മൾ വിശ്വസിച്ച് ആ ഒരു ഒന്നിന്റെ ഒരു കുടക്കീഴിൽ നിന്ന് സമാധാനവും സന്തുഷ്ടിയും എല്ലാവരും തമ്മിൽ സ്നേഹവും ഒക്കെ പോകുന്ന രീതിയിൽ കൊണ്ടുവന്നത് ഇന്ന് ഐഡിയൽ ആയിട്ട് റിലീജിയൻ എന്ന് പറയുമ്പോൾ ആ ഒരു ഐഡിയൽ തലത്തിൽ ചിന്തിക്കണം, അല്ലാതെ മനുഷ്യനുണ്ടാക്കിയ മതം എന്നുള്ള രീതിയിൽ ചിന്തിക്കരുത്. ഈ പറഞ്ഞ രീതിയിൽ ഇപ്പം പറഞ്ഞ പോലെ ശരത്തി പറഞ്ഞ പോലെ അങ്ങനെ ആവുമ്പോ ആ കാഴ്ചപ്പാടിലാവുമ്പോ ആ റിലീജിയനാണ് നമ്മളിപ്പോ ഉദ്ദേശിക്കുന്നത്. അതെ, അത് എത്രമാത്രം നമുക്ക് ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് കോൺഫ്ലിക്റ്റ് നൗ ഹാസ് ബീൻ നാരോഡ് ഡൗൺ ടു റിലീജിയസ്. അത് നമ്മളൊരു സബ്ജക്റ്റീവ് കോൺസെപ്റ്റിൽ എടുത്താലും ഒരു ഒബ്ജക്റ്റീവ് പ്ലെയിനിൽ എടുത്താലും അതൊരു സത്യമല്ലേ? യു ലുക്ക് ഓർ ഐഡന്റിഫൈ പീപ്പിൾ based on their religion. Yes. The world is divided. Geographical boundaries have been made based on religion. Yes. So, അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന ഈ മെറ്റീരിയൽ പ്ലെയിനിൽ നിന്ന് മെറ്റാഫിസിക്കൽ പ്ലെയിനിൽ പോയി കഴിയുമ്പോഴും എത്രമാത്രം ആ ഫിലോസഫിക്ക് ഒരു നിലനിൽപ്പുണ്ട്. അപ്പം അവിടെയും അപ്പം ഈ രണ്ട് ധ്രുവങ്ങളിൽ നിന്ന് നമ്മൾ ഒരു അപ്രോച്ച് എടുത്തു കഴിഞ്ഞാൽ അത് എത്രമാത്രം അബ്സല്യൂട്ടുമായിട്ട് മെർജ് ചെയ്യുന്ന. അപ്പൊ ഇത് രണ്ട് അബ്സല്യൂട്ട് കോൺസെപ്റ്റ് അല്ല. അബ്സല്യൂട്ട് കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ സംതിങ് യൂണിറ്റി എന്ന് പറഞ്ഞൊരു ബേസിലാണല്ലോ അത് കൊണ്ടുവരുന്നത്. അപ്പം ആ ഒരു യൂണിഫൈഡ് ഇത് രീതിയിൽ ഇത് രണ്ടിനും അപ്പൊ ഈ രണ്ട് ധ്രുവങ്ങളിൽ നിന്ന് മെറ്റീരിയൽ പ്ലെയിനിലാണെങ്കിലും മെറ്റാഫിസിക്കൽ പ്ലെയിനിൽ വെച്ച് മാത്രം നമ്മൾ പ്രാക്ടിക്കൽ റിയലിസ്റ്റിക് ആയിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇറ്റ് ഹാസ് ബീൻ എ ടോട്ടൽ ഫെയിലിയർ. അപ്പം ദാറ്റ് ഇസ് വൈ ദർ ഇസ് എ നീഡ് ഫോർ എ ന്യൂ വേൾഡ് ഓർഡർ. ഇപ്പൊ സയന്റിഫിക് പ്ലെയിനിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അപ്പം നമ്മൾ ആദ്യം പറയുന്ന ഈ ഇൻഡക്റ്റീവ് ഹൈപ്പോത്തിക്കൽ അല്ലെങ്കിൽ ഒബ്സർവേഷൻ കോൺസെപ്റ്റ് മാറി മാറി പോവാണ്. ക്വാണ്ടിറ്റിയിൽ നിന്ന് ക്വാളിറ്റേറ്റീവിൽ വരുന്നു, ഒരു തിയറി പ്രപ്പോസ് ചെയ്യുന്നു. അത് റിലേറ്റിവിറ്റി തിയറി ആയിക്കോട്ടെ, എന്തുമാട്ടെ, ന്യൂട്ടോണിയൻ തിയറി ആയിക്കോട്ടെ, എന്തായാലും ഓരോ ദിവസവും പൊളിച്ചെടുക്കപ്പെടുവാണ്. അത് അന്നന്നത്തേക്ക് സത്യമായിട്ട് മാത്രം നിലനിൽക്കുകയാണ്. ഒരു തിയറി മാറി മാറി പോകുന്നു, വരുന്നില്ല. അപ്പം അത് കൊണ്ട് സൊല്യൂഷൻസും നമുക്ക്, കാരണം ഒന്ന് വന്നാൽ ദാറ്റ് ഷുഡ് ബി റിയലിസ്റ്റിക് ആൻഡ് ദാറ്റ് ഷുഡ് സ്റ്റാൻഡ് ഫോർ ദ ടെസ്റ്റ് ഓഫ് ടൈം. ദാറ്റ്സ് നോട്ട് പോസിബിൾ. അപ്പം നമ്മൾ സയന്റിഫിക് പ്ലെയിനിലായാലും മെറ്റാഫിസിക്കൽ പ്ലെയിനിലായാലും പൊളിറ്റിക്കൽ ആണെങ്കിലും വാട്ട് എവർ ദിസ് തിങ് നമ്മൾ എങ്ങനെ എടുത്തു നോക്കിയാലും there has not been ഒരു പോളിൽ നിന്ന് മാത്രം നമ്മൾ വീക്ഷിച്ചാൽ it has been a failure.
Now the new world order calls for a realist absolute എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് തൽക്കാലം യൂണിറ്റ് എന്ന രീതിയിൽ ചിന്തിച്ചാൽ യൂണിഫൈഡ് കോൺസ്റ്റന്റ് അത് യൂണിവേഴ്സൽ അങ്ങനെ എടുക്കാം. ഒരു ഫിലോസഫി ദാറ്റ് ഹാസ് ബീൻ a new world order on a realistic platform. അപ്പൊ ഒരു ഡയലക്റ്റിക്കൽ പ്ലെയിൻ ആവാം, അല്ലെങ്കിൽ നമ്മൾ ഇൻഡക്റ്റീവോ ഹൈപ്പോത്തറ്റിക്കൽ പ്രിൻസിപ്പിൾസ് ആവാം. ഇതെല്ലാവർക്കും മെർജ് ചെയ്ത് വാട്ട് ക്യാൻ ബി പുട്ട് ഫോർവേഡ് എന്ന് ഒരു ശരിക്കും ഒരു കാഴ്ചപ്പാട് നമുക്ക് ഇന്ന് ആവശ്യമില്ലേ എന്നാണ് മൊത്തത്തിൽ ഈ ഒരു നമ്മളിത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത്. പിന്നെ അതിന്റെ കോണ്ടെക്സ്റ്റിൽ തന്നെ നമ്മൾ ഫ്രീഡ്മാൻ പറയുന്ന ഒരു ഇത് പറയുന്നുണ്ട്. പ്രിൻസിപ്പിൾ ഓഫ് സയന്റിഫിക് റിസർച്ച് എന്ന ബുക്കിൽ അദ്ദേഹം പറയാണ്, he says there has been when he was writing this book, some of his colleagues would say that please don't mention some of the scientists need not mention that because they are involved in political dispute. But he mentions those things, those names. മാർക്സും ഏഞ്ചൽസും ഒക്കെ പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന്റെ അവരുടെ കോൺസെപ്റ്റ് തന്നെ അപ്പൊ അത് അദ്ദേഹം നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, അവരാണ് ഈ ഡയലക്റ്റിക്കൽ മെത്തേഡ് കൊണ്ടുവന്നത്. പക്ഷെ അതിന്റെ ലിമിറ്റേഷൻസും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഫർദറായിട്ട് അദ്ദേഹം പറയുന്നത് വിൻസെന്റ് എഡ്വേർഡ് സ്മിത്ത് പറയുന്നു, പിന്നെ കാൾ ആർ പോപ്പർ ഇവിടെയൊക്കെ പറയുന്നു. അപ്പം ഇത് ഈ ഒരു ഡയലക്റ്റിക്കൽ മെത്തഡോളജിയുടെയും കാര്യങ്ങളൊക്കെയാണ് അത് കൂടി പറയുന്നത്. For us to examine the reason put forward by them so that we are able to bridge the gap existing in our minds between the old inductive or hypothetical reasoning and the dialectical methodology properly belongs to the absolute way of thinking. അപ്പം ഇദ്ദേഹം ഇവരുടെ രണ്ടും വെച്ച് പറയുകയാണ്, ഓൾഡ് ഇൻഡക്റ്റീവ് ഹൈപ്പോത്തറ്റിക്കലും പിന്നെ മോഡേൺ ഡയലക്റ്റിക്കൽ മെത്തോളജി കൂടുതൽ അബ്സല്യൂട്ട് വേ ഓഫ് തിങ്കിങ് എന്ന രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ അബ്സല്യൂട്ട് ആ രീതിയിൽ. അപ്പം പക്ഷെ നമ്മുടെ ഒരു കാഴ്ചപ്പാട് നമ്മൾ അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് അല്ലെ, അബ്സല്യൂട്ട് വേ ഓഫ് തിങ്കിങ് എന്ന് പറയുന്നത് അങ്ങനെയും നമുക്ക് വരാം. പക്ഷെ ഒരു മേർജിങ്, പക്ഷെ അത് കുറച്ചുകൂടി ക്ലാരിറ്റി നമ്മൾ ഫർദർ വായിച്ചു വരുമ്പോൾ നമുക്ക് വരും. നമ്മളിപ്പം പിന്നെ അടുത്ത് പറയാം, the former method has its affinity with the trial and error approach. അപ്പം അതായത് ഇത് രണ്ടുപേർക്കും, അതായത് ഡയലക്റ്റിക്കൽ മെത്തേഡും ഓൾഡ് ഇൻഡക്റ്റീവ് ഹൈപ്പോത്തറ്റിക്കൽ റീസണിങ്ങും, ഇത് രണ്ട് അക്കോർഡിംഗ് ടു ബോത്ത് ഓഫ് ദം ദ ഫോർമർ മെത്തേഡ് ഹാസ് ഇറ്റ്സ് ഓൺ അഫിനിറ്റി. അതായത് ആ ഇൻഡക്റ്റീവോ ഹൈപ്പോത്തറ്റിക്കൽ റീസണിങ്ങിന് അതിന് ഇറ്റ് ഹാസ് അഫിനിറ്റി വിത്ത് ട്രയൽ ആൻഡ് എറർ. അതെ, ട്രയൽ ആൻഡ് എറർ ആണ് അത് വരുന്നത്. അപ്പൊ അതിനൊരു പെർട്ടിക്കുലർ മെത്തഡോളജി ഇല്ല. ഇത് ദാറ്റ് ഇസ് ഒരു പ്രാക്ടിക്കൽ പ്ലെയിനിലാണ് നിൽക്കുന്നത്. Cartesian approach by systematic doubting from the starting point of cognito ergo sum. അപ്പം കോഗ്നിറ്റോ ergo sum സംശയങ്ങൾ വരും, മെത്തോഡിക് റൂട്ട്സ് ഇല്ലാത്ത ചില ഡൗട്ട്സ് വരുമ്പം നമ്മൾ അത് ഡൗട്ട് ചെയ്ത് വരുമ്പം അപ്പോഴാണ് നമ്മൾ ഇതിനെക്കുറിച്ച് സ്പെക്കുലേറ്റ് ചെയ്ത് കുറെയൊക്കെ ചിന്തിച്ച് അങ്ങനെ വരുന്നത്. ലോജിക്കിന്റെ സൈഡിലോട്ട് വരും, അപ്പൊ ചിന്തിക്കുമല്ലോ. അപ്പോ അങ്ങനെ വരുമ്പം എങ്ങോട്ട് പോകും? മെറ്റാഫിസിക്കലിലോട്ട്, ക്രിട്ടിക്കൽ തിങ്കിങ് അല്ലേ? എന്നിട്ട് അപ്പൊ ആ ചിന്താ ഫീൽഡിലോട്ട് വരുമ്പം, ഇന്റലിജൻസിന്റെ ഫീൽഡിലോട്ട് വരുമ്പം മെറ്റാഫിസിക്കലിലോട്ട് പോകും റാദർ ദാൻ ഫിസിക്കൽ. പക്ഷെ അത് പറയുന്നത് ഈ രണ്ട് മെത്തേഡിന്റെ ഗ്യാപ്പ് എന്താണെന്ന് പറഞ്ഞാൽ, അവിടെ ഗ്യാപ്പ് പോകണമെങ്കിൽ ഒന്ന് മറ്റേതിലോട്ട് പോകണം. അങ്ങനെ യൂണിറ്റീവ് സയൻസ് വന്നിട്ട് ഫിസിക്കലും ആൻഡ് മെറ്റാഫിസിക്കലും, അതായത് ട്രയൽ ആൻഡ് എറർ മെത്തേഡും അലോങ് വിത്ത് സിസ്റ്റമാറ്റിക് ഡൗട്ടിങ്ങും ഉണ്ടെങ്കിൽ രണ്ടും കമ്പൈൻ ചെയ്ത് പോകുമ്പോഴേ ഉള്ളൂ നമുക്ക് ആ ഫിസിക്കലും മെറ്റാഫിസിക്കലിന്റെ ആ കോമ്പിനേഷൻ ഒരു അബ്സല്യൂട്ട് ഉള്ള ഒരു പ്ലാറ്റ്ഫോമിൽ അത് വരാൻ പറ്റുള്ളൂ. അതില്ലാതെ പറ്റില്ല എന്നുള്ള ഒരു രീതി പിന്നെയും ഇവിടെ പറയുന്നുണ്ട്. പോപ്പറിന്റെ നമുക്ക് വേണമെങ്കിൽ അതൊന്ന് വായിച്ചാൽ അത് മോർ ഒരു കോൺക്രീറ്റ് ആയിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. It's a method of trial and error. It's developed more and more consciously. Then it begins to take on the characteristic features of scientific method. Criticizing and testing go hand in hand. The theory is criticized from very many different sides in order to bring out those points which may be vulnerable. നമുക്ക് അതിൻ്റെ അകത്ത് ഡെഫിഷ്യൻസീസ് നമുക്ക് അതിന് ആവശ്യമാണ്.
ഈ തിയറീസ് ഇത് നമുക്ക് ക്രിട്ടിസൈസ് ചെയ്യുന്നത്. And the testing of the theory proceeds by exposing these vulnerable points to as severe an examination as possible. അപ്പൊ തിയറീസിൽ മാക്സിമം നമ്മൾ കീറി മുറിച്ച് നമ്മൾ ഒരു എക്സാമിനേഷൻ നടത്തണം. എങ്കിൽ ഈ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ഡെവലപ്പ് ചെയ്യുമ്പം അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ചില ഈ എന്താണ് ഉണ്ടല്ലോ ഹൈപ്പോത്തസിസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ അതിന്റെ റിസൾട്ട് നമ്മൾ നോക്കിയിട്ട് ആ തിയറി അതിലെന്തെങ്കിലും അത് എപ്പോഴും കൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നുണ്ടോ, ഇല്ലെങ്കിൽ ഓരോ തവണ നമ്മൾ ചെയ്യുമ്പോൾ അത് ശരിയാവുന്നില്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിഫക്റ്റ് കാണും, വൾനറബിൾ പോയിന്റ് ഉണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ പിന്നെയും ചിന്തിക്കേണ്ടി വരും. യു ഹാവ് ടു തിങ്ക് അബൌട്ട് ദാറ്റ്. അപ്പോൾ ഇവിടെ ഒരു സയന്റിഫിക് ഇൻ സെൻസ് സയന്റിഫിക്, കാരണം വൾനറബിൾ പോയിന്റ് കണ്ടു, പിന്നെയും നമ്മൾ ചിന്തിച്ചിട്ട് പിന്നെ ഒരു ടെസ്റ്റ് നടത്തുന്നുണ്ട്. അങ്ങനെ ടെസ്റ്റിംഗ് ഓഫ് ദ തിയറി proceeds by exposing these vulnerable points to as severe an examination as possible. അപ്പൊ അങ്ങനെ ശ്രദ്ധിച്ചു നോക്കിയാ, this of course is again a variant of the method of trial and error. അപ്പം നമ്മൾ ഈ പറയുന്നത് ഇപ്പൊ നമ്മളെ ഈ ക്രിട്ടിക്കൽ എക്സാമിനേഷൻ ഹൈപ്പോത്തറ്റിക്കൽ ഇത് വരുമ്പോ തന്നെ, അല്ലെങ്കിൽ ഡയലക്റ്റിക്കൽ മെത്തോഡോളജി ആണല്ലോ നമ്മൾ തിയറിയിലെ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്ത് പോകുന്നത്. അതും ശരിക്കും ഇറ്റ് ഇസ് എ ലാർജർ, ഇറ്റ്സ് ഓൺലി ആൻ എക്സ്റ്റൻഷൻ ഓഫ് ട്രയൽ ആൻഡ് എറർ എന്നാണ്. യൂണിറ്റി കോൺസെപ്റ്റ് വരുവാണ്. ഇറ്റ് സക്സസ് ഡിപ്പെൻഡ്സ് മെയിൻലി ഓൺ 3 conditions, namely that sufficiently numerous and ingenious theories should be offered, that the theories offered should be sufficiently varied, and that sufficiently severe tests should be made. അപ്പം എന്താണ് ന്യൂമറസ് ആയിരിക്കണം നമ്മൾ വരുന്നത്. പിന്നെ ആ തിയറീസിന്റെ ഇൻജെന്യൂറ്റി ഉണ്ടാകണം, ജെന്യുവൻ ആയിരിക്കണം. കാരണം അതിനൊരു ന്യൂ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ തിങ്കിങ് വേണം. ഇൻജെന്യൂറ്റി എന്ന് വെച്ചാൽ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് ആവണം. അത് ഒറ്റ ഇതില്ല, ന്യൂമറസ്. കാരണം ആ വേരിയൻസ് വൾനറബിലിറ്റി കൊണ്ടുവരണ്ടേ. അപ്പം ന്യൂമറസ് നമ്മൾ ക്രിട്ടിക്കു വേണം. അതൊരു ലോജിക്കൽ റീസണിങ്ങിലായിരിക്കണം. അതാണ് അതിന് ഇൻജെന്യൂറ്റി എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് ഷുഡ് സിവിയർലി അത് വേരീഡും ആയിരിക്കണം. ആ ഇൻജെന്യൂറ്റി ഒരു സിംഗിൾ പ്ലെയിനിൽ നിന്ന് മാത്രമായിരിക്കില്ല. It should be very plain. എങ്കിൽ മാത്രമേ സിവിയർ ആയിട്ട് ടെസ്റ്റിംഗ് വരുള്ളൂ. അപ്പം ഇതെല്ലാം പറയുന്നത് ട്രയൽ ആൻഡ് എററും ഈ പറയുന്ന ഡയലക്റ്റിക്കൽ മെത്തേഡിന്റെയും ഒരു യൂണിറ്റി തന്നെയാണ് ഇതിന്റെ അത് ഈ പറയുന്നത്. അത് സയന്റിഫിക് മെത്തേഡായിട്ടും എടുക്കാൻ പറ്റും, ആ രീതിയിലും എടുക്കാൻ പറ്റും. രണ്ടും വേണം, രണ്ടും നടക്കുന്നുണ്ട് അവിടെ. ഈ ഡയലക്റ്റിക്കൽ എന്ന് പറഞ്ഞാൽ 2 രീതിയിലും എടുക്കുന്നുണ്ട്. ഫ്രോം ദറ്റ് കൺസെപ്റ്റ്, പ്രിസെപ്റ്റ്, പെർസെപ്റ്റ്, അങ്ങനെ രണ്ടും നടക്കുന്നത് പോലെ തന്നെ ഇത് 2 ഡയറക്ഷൻസിൽ നിന്നും വന്ന ഒരു കോമൺ ഗ്രൗണ്ടിലെ പിന്നെ കോൺഫ്ലിക്റ്റ് ഇല്ലാതെ പോകുന്ന ഒരു രീതിയിലാണ് ഇത് വരുന്നത്. ഡയലക്റ്റിക്കൽ തന്നെയാണ് ഇതും ഈ അപ്രോച്ച് ഡയലക്റ്റിക്കൽ തന്നെയാണ്. From all this, I think it is clear that one should be careful using the term dialectic. It should be best perhaps not to use it at all. We can always use a clearer terminology of the method of trial. അപ്പം ഇദ്ദേഹത്തിന്റെ ഇതിപ്പം ശരിക്കും നമ്മൾ ഈ പറയുന്ന ഈ പോപ്പർ എന്ന് പറഞ്ഞ ഇദ്ദേഹത്തിന്റെയാണ് പറയുന്നത്. അപ്പം അദ്ദേഹത്തിന്റെ നമ്മ ഒരു വ്യൂ വെച്ച് നോക്കിക്കഴിഞ്ഞാല് അദ്ദേഹം പറയുന്നത് രണ്ടുകൂടി മിക്സ് ചെയ്തിട്ട് കൂടുതലും ട്രയൽ ആൻഡ് എററിന് അദ്ദേഹം ഒരു ഇത് ഡയലക്റ്റിക്സിന് അതെ രണ്ടുകൂടി മിക്സ് ചെയ്യുന്നുണ്ട്. ബട്ട് ഡയലക്റ്റിക്കലിനെ കാട്ടി ഒരു ട്രയൽ ആൻഡ് എററിനാണ് അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം. അതെ. പിന്നെ അടുത്തത് വളരെ മീൻസ് ഇത് വാർത്ത വേറൊരു ഇതാണ്. ഇപ്പൊ ട്രയൽ ആൻഡ് എററിന്റെ ഒരു പ്രൊപ്പോസിഷൻ നമ്മൾ വന്നു. ഇനി ഉള്ളത് ഡയലക്റ്റിക്സിന്റെ ഒരു പ്രൊപ്പോസിഷൻ ആണ്. അത് പ്രൂവബിൾ, അത് വേണമെങ്കിൽ നമ്മൾ പറഞ്ഞു. അതാവുന്ന പ്രൂവബിൾ ആൻഡ് വാട്ട് ആക്ച്വലി പ്രൂവ്ഡ്. അതായത് നമ്മള്
ഇവിടെ ഈ ഡയലക്റ്റിക്കൽ എന്ന് പറയുന്ന കാര്യത്തില് പിന്നെ മൈൻഡ് നമ്മളെ മൈൻഡിൽ എന്തെങ്കിലും നമ്മൾ ആനലൈസ് ചെയ്ത് ഈ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് വെച്ച് നോക്കി തന്നെ നമ്മൾ എന്തെങ്കിലും മനസ്സിൽ ഇങ്ങനെ കണ്ടിട്ട് ദാറ്റ് ഈസ് ആക്സെപ്റ്റഡ് ദ മൈൻഡ് പ്രോബബിലിറ്റി, ഒരു കാര്യം പ്രോബബിലിറ്റി ഇത് സാധിക്കാം ഇങ്ങനെ ആയിരിക്കാമെന്നോ ഉള്ള ഒരു കാര്യം മനസ്സിൽ നമ്മൾ ചിന്തിക്കുമ്പം അത് പ്രൂഫ് അല്ല, അത് പ്രൂവ് ചെയ്യേണ്ടതാണ്, പ്രൂവബിൾ ആണ്, തെളിയിക്കേണ്ടതാണ്. അപ്പോൾ ആ തെളിയിക്കേണ്ട കാര്യം നമ്മുടെ ട്രയൽ എറർ മെത്തേഡ് വെച്ച് നമുക്ക് എന്തെങ്കിലും കിട്ടിയാൽ അതിന് അങ്ങനെ ചിന്തിക്കുമ്പോൾ അത് പ്രൂവബിൾ ആണ്. പക്ഷേ അത് റിസൈഡ് ചെയ്യുന്ന ഏരിയ എവിടെയാണെന്ന് പറഞ്ഞാൽ ആ ഡയലക്റ്റിക്കൽ റീസണിങ് ആണ്. While the actual inductions are made probable in the more realistic stratum of scientific finding. എന്നാൽ ശരിയായ ഉള്ള കാര്യം, അതായത് പ്രൂവ്ഡ് ആയിട്ട് വരണമെങ്കിൽ നമ്മൾ എന്തോ വേണം, നമുക്ക് ആ ടെസ്റ്റ് ചെയ്ത് സയന്റിഫിക് ഫൈൻഡിങ് ആയിട്ട്, അതായത് നമ്മൾ ട്രയൽ എറർ മെത്തേഡ് ചെയ്ത് നമ്മുടെ സയന്റിഫിക് ഫൈൻഡിങ് കിട്ടിയത്, അത് ആ ട്രയൽ എറർ മെത്തേഡിന്റെ റിസൾട്ട് ടെസ്റ്റ് ചെയ്തിട്ട് അതിന്റെ കൂടെ യോജിച്ചു വരുന്നുണ്ടെങ്കിൽ ഈ ടെസ്റ്റിംഗ് ചെയ്ത് കഴിയുമ്പോൾ എന്നാൽ നമുക്ക് പറയാം അത് പ്രൂവ്ഡ് ആണെന്ന്. അപ്പൊ ഇഫ് ഇറ്റ് ഇസ് ഓൺലി തിങ്കിങ്, നമ്മൾ മനസ്സിൽ മാത്രം അത് ചിന്തിച്ച് വെച്ചാല് ബിഫോർ ദ പ്രൂഫ് ഇസ് അഡ്വാൻസ്ഡ്, നമ്മൾ മനസ്സിൽ ചിന്തിച്ചത് അതങ്ങനെ വെച്ചിട്ട് പ്രോബബിൾ ഇങ്ങനൊക്കെ ആകാമെന്നുള്ളത് വിചാരിച്ചുകൊണ്ടിരുന്നാൽ മാത്രം അത് പ്രൂവ് ഫാക്ട് അല്ല. ഡയലക്റ്റിക്കൽ റീസണിങ് മാത്രം ചെയ്താൽ പിന്നെ റീസണിങ് മാത്രമല്ല, ഇറ്റ് ഷുഡ് ബി ഫോളോഡ് അപ്പ് ബൈ മോർ റിയലിസ്റ്റിക് ഫൈൻഡിങ്സ്, സയന്റിഫിക് ഫൈൻഡിങ്സ് കൂടെ വേണം. എന്നിട്ട് പിന്നെ ആ ഇൻഡക്ഷൻസും വേണം, ഇൻഫറൻസസും വേണം, ദെൻ ഇൻഫറൻസസ് കൂടെ വേണം. അതുകൂടെ ഉണ്ടെങ്കിലേ ഉള്ളൂ അത് പ്രൂവ്ഡ് ആക്കാൻ പറ്റുന്നത്, അല്ലാതെ ബുദ്ധിമുട്ടായിരിക്കും. ഇൻഡക്ഷൻസ് ആർ മെയ്ഡ് പ്രോബബിൾ ഇൻ ദ മോർ റിയലിസ്റ്റിക് stratum of scientific findings. The following extract will help to show how he accepts dialectic reasoning. Now, the question we raised and the consequence we deduce from various possible answers to a question are not in themselves propositions about the real world. They do not become propositions about the real until the consequences are tested by induction, by inference. That is, until this induction takes place, dialectical propositions are provable only. But it is only by induction, that is, inference കിട്ടണം നമുക്ക്. ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ സയന്റിഫിക് ഫൈൻഡിങ്ങിൽ നിന്നും പിന്നെ ഒബ്സർവേഷനോ കാൽക്കുലേഷനോ അതിൽ നിന്നും ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് ആ ഇൻഫറൻസ് എടുത്തിട്ട് കുറച്ച് ആ മനനോ ഒക്കെ ചെയ്താലും അത് അങ്ങനെ അങ്ങനെ ആവുമ്പോഴേ ഉള്ളൂ ആ റിസൾട്ടും ടാലി ചെയ്ത് അങ്ങനെ ആ തിയറീസും ഒക്കെ ഇഷ്ടം പോലൊക്കെ ഉണ്ടെങ്കിൽ അപ്പോഴേ അത് അപ്രൂവ്ഡ് ആവുകയുള്ളൂ. ആ ഒരു പോയിന്റ്, ഡയലക്റ്റിക്കലിന്റെ രണ്ട് വശം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, 2 sides, ഒന്ന് എക്സ്പെരിമെന്റൽ പാർട്ടും മറ്റേ റീസണിങ് പാർട്ടും. ആ രണ്ടെണ്ണത്തിന്റെ ആ 2 പോയിന്റിന്റെ കാര്യം, ഒരു ഡൊമൈനിൽ ഇത് മാത്രമേ ഉള്ളൂ പ്രൂവബിൾ, മറ്റേ ഡൊമൈനോട് വരുമ്പോഴാണ് പ്രൂവ്ഡ് ആകുന്നത്. ഡയലക്റ്റിക്കൽ മെത്തഡോളജിക്കും അങ്ങനെ 2 ആസ്പെക്ട്സ് ഉണ്ട് എന്നാണ് ഇതിനകത്ത് പറയുന്നത്. ആൻഡ് ഓൾസോ ഡെമോൺസ്ട്രേഷൻ ഡീൽസ് വിത്ത് propositions about real causes and real effects. But dialectic aspect deals only with logical beings. അപ്പോൾ രണ്ടും വേണം, ഡെമോൺസ്ട്രേഷനും വേണം പിന്നെ ഡയലക്റ്റിക്കും വേണം. അതായത് യു മസ്റ്റ് ഹാവ് ദ സയന്റിഫിക് ഫൈൻഡിങ്സ്, റിസർച്ച് ചെയ്തിട്ട് റിയലിസ്റ്റിക് സ്ട്രാറ്റം ഓഫ് സയന്റിഫിക് ഫൈൻഡിങ്സും വേണം, മറ്റേതും വേണം, എന്താണ് ഡയലക്റ്റിക്സും വേണം. ഡയലക്റ്റിക്കും പിന്നെ ലോജിക്കൽ തിങ്കിങ്ങിനെ ഉപയോഗിക്കുന്നതല്ലേ. കാരണം ബേസിക്കലായിട്ട് ഒരു കാര്യം മാത്രം, 2 കോൺസെപ്റ്റ്സ് ആണ് അതിൻ്റെ അകത്ത് ഉള്ളത്. ഒന്നെന്ന് പറയുന്നത് നമുക്ക് പ്രോബബിലിറ്റീസ് ഉണ്ട്,
ആ പ്രോബബിലിറ്റീസിനെ അത് ഒരു കൂടുതലൊരു മെറ്റാഫിസിക്കൽ ഡയലക്റ്റിക്കൽ മെത്തേഡ്സ് ആണ്. പക്ഷെ അതുകൊണ്ട് മാത്രം ഒരു സൊല്യൂഷൻ ആയില്ല. റിയലിസ്റ്റിക് പ്ലെയിനിൽ വരുന്ന ഈ പ്രോബബിലിറ്റീസിനെ നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പം ഇൻഡക്റ്റീവ് ഹൈപ്പോത്തസിസ് ഒരു റിയലിസ്റ്റിക് പ്ലെയിനിൽ നമ്മൾ അത് കൊണ്ടുവന്നാൽ മാത്രമേ അത് ഒരു റിയൽ സയന്റിഫിക് ആയിട്ടുള്ള ഒരു ആൻസറിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ എന്ന് പറയുന്നു. The writer now stands for a conditional dialectical approach. അത് എന്താണ് കണ്ടീഷണൽ ഡയലക്റ്റിക്കൽ അപ്രോച്ച് എന്ന് നമുക്ക് നോക്കാം. ഇനി ഇദ്ദേഹം ഫ്രീഡ്മാന്റെ ഒരു ഇത് പറയാണ്. അതില് ഡയലക്റ്റിക്സ് ഓഫ് നേച്ചർ. അപ്പൊ അതില് അദ്ദേഹം പറയുകയാണ് ഡയലക്റ്റിക് ഓഫ് നേച്ചറിലെ ഏഞ്ചൽസും ഒരു എഴുതിയ ബുക്കാണ്. ഏഞ്ചൽസ് അദ്ദേഹം പറയുന്നത് വെച്ചാൽ അദ്ദേഹത്തിന്റെ ഈ ബുക്ക് ഈ പറയുന്ന ഒരു പൊളിറ്റിക്കൽ ബുക്ക് ഷോപ്പിൽ നിന്നൊക്കെ മാറ്റി നൗ ദാറ്റ് ക്യാൻ ബി പുട്ട് ഇൻ സയന്റിഫിക് ഷെൽഫ് എന്ന് പറയാം. കാരണം അതിൻ്റെ അകത്ത് പറയുന്ന ഒരു ബേസിക് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇത് എല്ലാം ഒരു യൂണിവേഴ്സൽ തിയറി ഒന്നും അല്ല, എങ്കിലും അതാത് സമയത്തുള്ള സത്യങ്ങൾ തന്നെയാണ്. അത് ഒരു ഡിസ്കവറീസ് എന്ന് പറയുന്ന സയന്റിഫിക് ഡിസ്കവറി ഏത് പ്ലെയിനിലുള്ളായാലും ദാറ്റ് ഇസ് എ ഡിസ്കവറി ഓഫ് ദാറ്റ് ടൈം. ബട്ട് ദീസ് ആർ നോട്ട് യൂണിവേഴ്സൽ ദിസ് തിങ്. ബട്ട് അതിനെല്ലാം അതിൻ്റെതായ പ്രാധാന്യങ്ങൾ ഉണ്ട്. അടുത്തത് നമ്മൾ ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം എന്നൊരു ഇതിൽ പോവാണ്. അതാണ് നമ്മൾ നേരത്തെ ഹെറാക്ലൈറ്റസിന്റെയും കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അപ്പം ആ ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം നമ്മൾ നോക്കുവാണെങ്കിൽ ബേസിക് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഒരു അൺചേഞ്ചിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂഡ് സ്റ്റേറ്റ് ഓഫ് ഒരു കണ്ടിന്യൂഡ് ഒരു കണ്ടിന്യൂഡ് സ്റ്റേറ്റ് ഓഫ് ചേഞ്ച് ആണ് അതിനകത്ത് ഉണ്ട്. അത് ഒന്നും എറ്റേണലോ അമ്മ്യൂട്ടബിൾ. ഇപ്പൊ നേരത്തെ പറഞ്ഞ കണക്കാണ് നത്തിങ് ഇസ് എറ്റേണലോ ഇമ്മ്യൂട്ടബിൾ. നമുക്ക് ചേഞ്ചിങ് ആയിട്ടുള്ളതാണ്. ആൻഡ് എവറിത്തിങ് ഹാസ് ഇറ്റ്സ് ഓൺ ഹിസ്റ്ററി. അതാണ് അദ്ദേഹത്തെ. അപ്പൊ അതിൻ്റെ അകത്ത് ഈ പറയുന്ന ഇപ്പൊ ഹെറാക്ലൈറ്റസിന്റെ ആയാലും ബേക്കന്റെ ആയാലും ഡെസ്ക്രൈറ്റസ് ആയാലും നീൽസ് ആയാലും ലെബ്നസ് ആയാലും ഇത് ഈ കാണ്ട് ആയാലും ഇവര് ആരൊക്കെ പറഞ്ഞു നിൽക്കുന്ന ഇപ്പൊ ഫോസിൽ കാണ്ടിന്റെ കോസ്മോസിന്റെ എടുത്താലും തിയറി ഓഫ് എവല്യൂഷൻ തിയറി ആയാലും ഇതെല്ലാം നമ്മൾ നോക്കുമ്പോൾ ദീസ് ആർ ഗോയിങ് ത്രൂ ചേഞ്ചസ് ഓൺലി. അപ്പം ദീസ് ആർ ഡിസ്കവറീസ് ഓഫ് ദ ടൈം എന്ന് പറഞ്ഞ കോൺസെപ്റ്റിനെ ഫർദർ എലോബറേറ്റ് ചെയ്ത് പറയാണ്. ബയോളജിക്കൽ മെറ്റീരിയൽസ് ഉള്ള ഫർദർ കോൺസെപ്റ്റ്സിനെ കുറിച്ച് പറയുന്നത് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് വായിക്കാം. ഈ കണ്ടിന്യൂസ് ഷോയിങ് ഇൻ ഡീറ്റെയിൽ other principles found in dialectical materialism and how scientific experiments has confirmed them. അപ്പം നമ്മൾ ഡയലക്റ്റിക്കൽ മെറ്റീരിയൽ ബേസിക് കോൺസെപ്റ്റ് എന്ന് അത് ഇമ്മ്യൂട്ടബിൾ ആയിട്ടുള്ള സംഭവമല്ല, അത് ചേഞ്ചിങ് ആണ്. ആ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി the other principle embodied in dialectical materialism which according to Marx and Engels must be accepted by any scientist consciously or unconsciously in the framing of a correct hypothesis or final induction are unity of opposites. അപ്പം ഓപ്പോസിറ്റ്സ് തമ്മിൽ ഒരു യൂണിറ്റി ഉണ്ടാവണം. ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റി ഇൻ ടു ക്വാളിറ്റി. 2 നിഗേഷൻ ആൻഡ് നിഗേഷൻ ഓഫ് നിഗേഷൻ. അപ്പൊ 2 നെഗേഷൻ ആവുമ്പോ ഒരു അതെ, നിഗേഷനും നിഗേഷൻ ഓഫ് നിഗേഷൻ. നിഗേഷനെ പിന്നെയും നമ്മൾ നിഗേറ്റ് ചെയ്യാണ്. പ്രിൻസിപ്പിളിനെ നിഗേറ്റ് ചെയ്യുന്നു, ആ നിഗേഷനെ പിന്നെയും ഇല്ലാതെ അപ്പൊ ഒറിജിനലിലേക്ക് വരുവാണ്. അപ്പം ഇപ്പൊ യൂണിറ്റി എന്ന് തന്നെയാണ് അത് അപ്പൊ ഇത് വരുന്നത്. അപ്പം ക്വാണ്ടിറ്റി കൊണ്ട് ക്വാളിറ്റി എന്ന് പറയുമ്പോ തന്നെയും രണ്ടും ഒന്നിൽ തന്നെ നിൽക്കുന്നു എന്ന് തന്നെയാണ് വരുന്നത്. വന്നാൽ പക്ഷെ ഇത് വളരെ ഇതാണ്. ഇത് പറയുമ്പോ തന്നെ മറ്റേതിന്റെ ഡയലക്റ്റിക് മെറ്റീരിയലിസം മുമ്പേ നമ്മൾ പറഞ്ഞത് അൺചേഞ്ചിങ് ആണെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ കണ്ടിന്യൂസ്ലി ചേഞ്ചിങ് ആണെന്ന് പറയുമ്പോൾ തന്നെ
ഇത് പറയുമ്പോഴത്തേക്ക് അങ്ങനെ പറയാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. പക്ഷേ അക്കോർഡിംഗ് ടു ഇതിങ്ങനെ പറയുന്നുണ്ടല്ലോ, അക്കോർഡിംഗ് ടു ദ പ്രിൻസിപ്പിൾ ഓഫ് യൂണിറ്റി ഓഫ് ഓപ്പോസിറ്റ്സ്, ഹവർ the only correct theory would be one which could unify the two conflicting theories. അപ്പോ എതിർക്കുന്ന രണ്ട് തിയറിയെ യൂണിഫൈ ചെയ്യാൻ പറ്റുന്നത് അങ്ങനത്തെ ഒരു കറക്റ്റ് തിയറിക്ക് മാത്രം പറ്റുള്ളൂ. ദ പ്രസന്റ് തിയറി ഓഫ് ലൈറ്റ്, അപ്പൊ അങ്ങനത്തെ ഫോർ എക്സാമ്പിൾ അങ്ങനത്തെ ഒരു തിയറി ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ ലൈറ്റിന് പാർട്ടിക്കുലേറ്റ് നേച്ചറും ഉണ്ട്, വേവ് നേച്ചറും ഉണ്ട്. അത് മനസ്സിലാക്കണമെങ്കിൽ അങ്ങനത്തെ ഒരു തിയറിയാണ് തിയറി ഓഫ് ലൈറ്റ്. ഇറ്റ് കൺഫേംസ് ദ കറക്റ്റ്നെസ് ഓഫ് ബോത്ത് ദ കോർപ്പസ്കുലർ തിയറി ആൻഡ് വേവ് കൺസെപ്റ്റ്. അപ്പം നമ്മൾ ഈ പറയുന്നത് ഒന്ന് ചേഞ്ചിങ് ആണെന്ന് പറയുന്നു, മറ്റേത് യൂണിഫൈഡ് ആണെന്ന് പറയുന്നു. അപ്പം ഈ രണ്ടും കാര്യങ്ങള് തമ്മിൽ ഒരു യൂണിറ്റി വേണം, അല്ലെങ്കിൽ രണ്ടും സത്യം തന്നെയാണ്. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഈ പറയുന്ന ലൈറ്റിന്റെ ഇപ്പം വേവ് ഫോം ആയാലും കോർപ്പസ്കുലർ ഫോം ആയാലും കറക്റ്റ് ആണ് എന്ന് പറയുന്നതിന്റെ അർത്ഥം അല്ലേ? The principle of transition of quantity into quality is perhaps more strikingly illustrated in the case of radioactivity. അത് അമ്മ ഒന്ന് പറഞ്ഞ പ്ലൂട്ടോണിയത്തിന്റെയും കാര്യങ്ങളും ഒക്കെ ന്യൂക്ലിയർ ഫിഷന്റെയും ഒന്ന്. അതായത് നമ്മുടെ ഈ പ്ലൂട്ടോണിയം ഒരു പ്രത്യേക മാസിനപ്പുറം എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ന്യൂക്ലിയർ റിയാക്ഷൻ അങ്ങോട്ട് കൂടിയിട്ട് പിന്നെ എനർജി, ട്രെമൻഡസ് എമൗണ്ട് ഓഫ് എനർജി, ഈ മാസ് ലേശം ഒരു വ്യത്യാസം മതി. ആ ലേശം ഒരു വ്യത്യാസം എടുത്താൽ സ്പീഡ് ഓഫ് ലൈറ്റ് വെൻ യു ടേക്ക് ഇസ് എ കോൺസ്റ്റന്റ് ഫാക്ടർ. അപ്പൊ E is equal to mc²ന്റെ ആ സിന്റെ ഫാക്ടർ അവിടെ കോൺസ്റ്റന്റ് ആയിരിക്കും. പക്ഷെ എം എടുത്ത് നോക്കുമ്പം പിന്നെ എനർജി ദാറ്റ് ഇസ് റിലീസ്ഡ് E is equal to mc². എം ലേശം ചെറിയ വ്യത്യാസം വരുത്തിയാൽ മതി, അത് ആ സ്പീഡ് ഓഫ് ലൈറ്റിനെ കൊണ്ട് സ്ക്വയർ ചെയ്ത് വരുമ്പം വലിയൊരു എമൗണ്ട് ആയിട്ട് വരും. അപ്പൊ ഒരു നിശ്ചിത ഒരു പ്രത്യേക മാസ്, പ്ലൂട്ടോണിയത്തിന്റെ ഒരു പ്രത്യേക മാസ് വരുമ്പം അത് ഈ സ്പീഡ് ഓഫ് ലൈറ്റ് ഫാക്ടറും കൊണ്ട് ഗുണിക്കുമ്പം ട്രെമൻഡസ് എമൗണ്ട് ഓഫ് എനർജി ഉണ്ടാവും. അപ്പൊ അങ്ങനെ വരുമ്പം ലോട്ട് ഓഫ് എനർജി ഇസ് ലിബറേറ്റഡ്. അപ്പൊ ആ രീതിയിൽ വരുമ്പം വാട്ട് വിൽ ഹാപ്പൻ ഇസ് there's a transformation from quantity, amount of mass in the energy that is released, highly destructive energy വരുന്ന ആ ക്വാളിറ്റിയിലോട്ടൊരു മാറ്റം വരുന്നുണ്ട്. The transition of quantity into quality is illustrated by adjusting the mass to a certain limit and then it changing into destructive a large amount of energy. അപ്പൊ അതൊരു ക്വാളിറ്റി ആയിട്ട് മാറുന്നതും. അപ്പൊ അതാണ് ഇവിടെ. അപ്പൊ അവിടുത്തെ ഉള്ള ഈ രണ്ട് ഫാക്ടേഴ്സിനെയും ഇതുപോലെ ഒരു യൂണിഫൈഡ് ഫീൽഡിലോട്ട് വന്നാൽ അങ്ങനെ അപ്പൊ നമുക്ക് ഈ ചേഞ്ചിനെ നമുക്കൊന്ന് ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. This is another one thing, and the principle of next is the principle of negation, and that is another one thing, supernova. അത് മനസ്സിലായോ ശരത്ജിക്ക്? മനസ്സിലായില്ല എനിക്ക്. അത് ഒരു കാര്യം ഒന്ന് നോക്കണം. സൂപ്പർനോവ അതായത് മാസ് കുറയും തോറും എന്താണ്, മാസ് കൂടുന്തോറും ചില സ്റ്റാർസിന്റെ ഒക്കെ മാസ് കൂടുന്തോറും അതിന്റെ എന്താണ് വോളിയം കുറയുന്നു. അപ്പോ ദ പ്രിൻസിപ്പിൾ ഓഫ് നെഗേഷൻ ആൻഡ് നെഗേഷൻ ഓഫ് നെഗേഷൻ, അപ്പൊ രണ്ടെണ്ണം ഉണ്ട്. അപ്പൊ നെഗേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇല്ലാതാക്കുക, മറ്റേത് ഇല്ലാതാക്കുന്നതിനെ ഇല്ലാതാക്കുക, അങ്ങനെ രണ്ട് കാര്യമുണ്ട്. സോ ഇൻ ആസ്ട്രോഫിസിക്സ് സൂപ്പർനോവ ഉണ്ടാവുന്ന ഫെനോമിനൻ ഇങ്ങനെയാണ്. അപ്പോ അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റാർസ്, ഏതെങ്കിലും ഒരു സ്റ്റാർ സണ്ണിന്റെ പോലെ വേറെ സ്റ്റാർസ് ഉണ്ട്. അപ്പോൾ ഈ സ്റ്റാർ ആണ് സൂപ്പർനോവയിലോട്ട് പോകുന്നത്. സ്റ്റാറിന്റെ ഒരു പിന്നെ മാസ് കൂടുമ്പം ഒരു പോയിന്റ് മാസ് കൂടിക്കഴിഞ്ഞാൽ അത് ഡിക്രീസ്, അതിന്റെ വോളിയൂമിൽ അതിന്റെ സൈസ് കുറയും. അപ്പോ എന്താ ചെയ്യുന്നത്, വോളിയൂമിനെ നെഗേറ്റ് ചെയ്യുകയാണ്. മാസ് കൂടുമ്പോൾ വോളിയൂമിനെ നെഗേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറയ്ക്കുകയാണ്. ഇൻക്രീസ് ഓഫ് മാസ് ദസ് നെഗേറ്റ്സ് ദ വോളിയൂം
that mass may occupy. And beyond a certain point, uncontrollable contraction to the geometrical point sets in. അപ്പോൾ ആ കോൺട്രാക്ഷൻ പിന്നെയും കുറഞ്ഞ് കോൺട്രാക്ട് ചെയ്ത് പോയിട്ടൊരു പോയിന്റ് വരെ പോകാം. പക്ഷെ അത് പോകാതിരിക്കാൻ, according to the principle of negation, however, such a state of awareness cannot exist without creating an opposite tendency. That is, a factor which tends to a certain point actually must negate the negation. അപ്പൊ അതില്ലാതാകണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ആ കോൺട്രാക്ഷൻ അത്രയും ഒരു പോയിന്റിലോട്ട് പോകാതിരിക്കാൻ ഉള്ള ഒരു റിവേഴ്സിലോട്ട് പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവണം. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഈ സൂപ്പർനോവ ഒക്കെ ഉണ്ടാവുന്നതെന്ന്. ആ ഒരു പോയിന്റ് ആണ് ഇവിടെ പറയുന്നത്. അങ്ങനെ കുറെ സൂപ്പർനോവ കണ്ടെത്തിയിട്ടുണ്ട്. അത് ഈ സൂപ്പർനോവ ഉണ്ടാകുന്നതിന് മുമ്പേ പല സ്റ്റേജസും ഉണ്ട് പറയുന്നുണ്ട്. വന്നിട്ട് വൈറ്റ് ഡ്വാർഫ്സ് ഉണ്ടാവും, അതിന് മുമ്പേ ബ്ലാക്ക് ഹോൾ ഉണ്ടാവും, അങ്ങനെ എന്നിട്ട് ലോട്ട് ഓഫ് റേഡിയേഷൻ ഇസ് ഗിവൻ ഔട്ട്. അല്ല, ഡാർക്ക്നെസ്സും വരും. ഡാർക്ക്നെസ് വന്നിട്ട് പിന്നെ വൈറ്റ് ഡ്വാർഫ് വരുന്നതും അങ്ങനെയൊക്കെ പറയും. പിന്നെ ഈ സൂപ്പർനോവ വരുന്നത്. അപ്പൊ അവിടെ ആ പ്രിൻസിപ്പിൾ അവിടെ വരുന്നത് ഇസ് നെഗേഷൻ, സൈസ് കുറയുന്നത്. പിന്നെ ആ പോയിന്റ് വരെ എത്താനുള്ളൊരു സാധ്യത ഉണ്ട്. പക്ഷെ ആ പോയിന്റ് വരെ എത്താതിരിക്കാൻ നെഗേഷൻ ഓഫ് നെഗേഷൻ ഉണ്ടാവണം. ഈ സൈസ് കുറയുന്നതിന് വിരുദ്ധമായിട്ട് അത്രയും കുറയരുതെന്ന് ആ ഒരു പോയിന്റ് വരണം. അങ്ങനൊക്കെ ഈ ഫാക്ട്സ് ഒക്കെയാണ് ഈ ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസ്റ്റിൽ വരുന്നത്. പിന്നെ ഈ 3 പോയിന്റ്സ് ആണ് ഈ ഡയലക്റ്റിക് മെറ്റീരിയലിസത്തിനെ കുറിച്ച് പറയുന്നത്. എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഫെനോമിനൻ ഇതിനകത്തൊക്കെ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇറ്റ് ഈസ് എ ഇൻഹെറന്റ് ചേഞ്ചിങ് ടെൻഡൻസി ഓഫ് what you call that material and everything in the universe that calls for this dialectical approach and dialectical methodology in understanding these processes or in getting knowledge about these processes. അപ്പോൾ ഓപ്പോസിറ്റ് a priorium a priorium രണ്ടും വന്ന് യൂണിഫൈ ചെയ്ത് ഒരു യൂണിഫൈഡ് ഫീൽഡ് വരുന്ന ഒരു ആബ്സല്യൂട്ടിസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ഉണ്ടെങ്കിലേ ഉള്ളൂ നമുക്ക് ഈ ചേഞ്ചസ് ഒക്കെ പിന്നെ ഇല്ലാതാക്കുന്ന ഒരു സ്റ്റേറ്റിൽ എത്താൻ പറ്റുന്നതെന്ന് ഈ ഡയലക്റ്റിക് മെത്തഡോളജി അങ്ങനെ ഉപകരിക്കുമെന്ന് തോന്നുന്നു. അങ്ങനെയാണെന്ന് തോന്നുന്നത്. ഇപ്പോൾ ഇനി വേറെ എന്തെങ്കിലും പിന്നെ വേറെ ഫൈനലി ഈ സംസ് അപ്പ് ആസ് ഫോളോസ്, അത് ആ പോയിന്റൂടെ ഒന്ന് നോക്കണ്ടേ? പ്രൈമറി വാല്യൂ ഓഫ് പ്രിൻസിപ്പിൾസ് ഓഫ് യൂണിറ്റി ഓഫ് ഓപ്പോസിറ്റ്. അത് ഇത് തന്നെയാണ്, മുകളിലത്തെ ഉള്ള പോയിന്റ് തന്നെയാണ്. ഗൈഡ്സ് ടു സയന്റിഫിക് റിസർച്ച്, dialectical materialism. If it may be said that on the whole, the possible value of dialectic materialism as a guide to scientific research is almost unexplored. Appo adini undu. Thus, dialectical reasoning, which supposedly originated in the so-called idealistic absolutism of Hegel, has found its legitimate place at the very heart of realistic and even experimental scientific thinking. എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡിൽ നിന്ന് നമ്മൾ രണ്ടും ആക്സെപ്റ്റ് ചെയ്യണം. അപ്പൊ ഈ ഹെഗലിയൻ കോൺസെപ്റ്റും ഇന്നും ഈ ഡയലക്റ്റിക്കൽ റീസണിങ്ങും യൂണിഫൈഡ് ആ കോൺസെപ്റ്റും ഇന്നത്തെ ഡയലക്റ്റിക്കൽ റീസണിങ്ങും ഒന്ന് തന്നെയാണ്. ആ ഒരു റിയലിസ്റ്റിക് ട്രെയിനിൽ അത് നിൽക്കണം. റിയലിസ്റ്റിക് ആൻഡ് എക്സ്പെരിമെന്റൽ. റിയലിസ്റ്റിക്കും എക്സ്പെരിമെന്റൽ സയന്റിഫിക് തിങ്കിങ്ങും ആ ഡയലക്റ്റിക്കൽ റീസണിങ് വിച്ച് ഈക്വൽ പ്രൈമസി കൊടുക്കണം. രണ്ട് അതന്നെ രണ്ട് പോൾസിലും കൊണ്ടുവന്ന് രണ്ടിനെയും രണ്ടും അതന്നെ രണ്ടും മറ്റേതിനെ രണ്ടും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. രണ്ടിനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്തുകൊണ്ട്.
Although we do not accept the term dialectical materialism, which seems to tamper with the perfect interaction of thesis and antithesis by touching, as it were, only one scale of the balance when something is being read, we do not accept that there is a method of thinking which gives equal primacy to the immanent and transcendent aspects of truth, the implication of which we shall presently clarify. അപ്പോൾ ഈ ഡയലക്ടിക്കൽ മെറ്റീരിയലിസത്തിനെ കുറിച്ച് പിന്നെ അത്രയും നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും പിന്നെ കുറച്ചുകൂടെ അതിനെക്കുറിച്ച് നമുക്ക് മറ്റേ അടുത്ത പോയിന്റിൽ സർട്ടിറ്റ്യൂഡ് റിസൈഡ്സ് അറ്റ് ദ കോർ ഓഫ് കോൺഷ്യസ്നെസ്. അപ്പോൾ അവിടെ പിന്നെയും ദാറ്റ് പ്രൈമസി ടു ഇറ്റ് ഗിവ്സ് ഈക്വൽ പ്രൈമസി ടു ഇമാനന്റ് ആൻഡ് ട്രാൻസെൻഡന്റ് ആസ്പെക്ട് ഓഫ് ട്രൂത്ത്. അങ്ങോട്ടും പോകണം. ആ ട്രൂത്തിന്റെ ആ പോയിന്റിലോട്ട് പോയാലേ ഉള്ളൂ നമുക്ക് അത് കിട്ടുന്ന ആ ഡീറ്റെയിൽസ്, ആ യഥാർത്ഥ കാര്യം കിട്ടുന്നത്. ഡയലക്ടിക്കൽ മെറ്റീരിയൽസിൽ നിൽക്കാൻ പൂർണ്ണമായിട്ട് അതിൽ നിന്ന് ഒരു ഇൻഫർമേഷൻ കിട്ടുന്നില്ലെങ്കിലും അബൌട്ട് ദ റിയാലിറ്റി ശരിയായ ഒരു കൺസെപ്ഷൻ വേണമെങ്കിൽ മറ്റേതും വേണം. പിന്നെ ട്രാൻസെൻഡന്റൽ ആസ്പെക്ട് ഓഫ് ട്രൂത്ത്, അത് പിന്നെ ഈ ഇറ്റ് ബി ക്ലാരിഫൈഡ് ഇൻ ദ ഫോളോയിങ് സെക്ഷൻ. സർട്ടിറ്റ്യൂഡ് റിസൈഡ്സ് അറ്റ് ദ കോർ ഓഫ് കോൺഷ്യസ്നെസ്. അതാണ് അടുത്ത പോയിന്റിലോട്ട് നമ്മൾ പോകേണ്ടത്. നമ്പർ 13 അതിലോട്ട് പോകുന്നതിന് ഫിനിഷ് ചെയ്യുന്നതിന് മുമ്പേ ഒരു മിനിറ്റ്, ഫിനിഷ് ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് ഒരു പ്രയർ. There is nothing but absolute. Absolute being transcendental. Transcendental. Absent to absolute. Love, bliss. Right. സത്യം മാത്രമേ ഉള്ളൂ. അത് തന്നെയാണ് നമ്മുടെ ചിന്താതീതമായിട്ട് നിൽക്കുന്നത്. അതിനെ വന്ദിക്കാൻ മാത്രമേ നമുക്ക് കഴിയുള്ളൂ. സത്യമായിട്ടുള്ളത് സ്നേഹം, സ്നേഹം, സ്നേഹം. അത് തന്നെയാണ് പരമാനന്ദവും. ഹരി.